കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. ചോക്കാട് 40 സെന്റിലെ റോഡരികിലെ വാഗമരങ്ങൾ ദ്രവിച്ച് ജീർണിച്ച് അപകടാവസ്ഥയിലായി. വാഗമരങ്ങൾ മുറിച്ചുമാറ്റി ഫലവൃക്ഷ മരങ്ങൾ വെച്ചുപിടിപ്പിക്കണമെന്ന് നാട്ടുകാർ. 40 സെന്റ് ആദിവാസി ഉന്നതിയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് റോഡരികിൽ പൂവാക മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. വാഗകൾ പൂത്തു നിൽക്കുന്ന 40 സെന്റിന്റെ സൗന്ദര്യം ഏറെ ആസ്വാദ്യകരവുമാണ്. ആദിവാസി ഉന്നതിയിൽ മാത്രമല്ല റോഡരികിലും വാഗമരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ച ഈ മരങ്ങൾ വലിയ തോതിൽ തണലേകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ റബ്ബർ തോട്ടങ്ങളും തെങ്ങും തോപ്പുകളുമെല്ലാം ആയതോടെ ഈ തണൽ മരത്തിന് പ്രസക്തിയും നഷ്ടപ്പെട്ടു. കാലപ്പഴക്കം കാരണം വാഗമരങ്ങളുടെ അടിഭാഗവും വേരുകളും ദ്രവിച്ചിരിക്കുകയാണ്. ചില മരങ്ങൾ പൂർണ്ണമായി ഉണങ്ങിയിട്ടുമുണ്ട്. ഇത് കാരണം നിരവധി വാഗമരങ്ങൾ കടപുഴകിയും കൊമ്പുകൾ പൊട്ടിയും വീഴുന്നത് പതിവാണ്. തലനാരിഴയ്ക്കാണ് മരങ്ങൾ വീഴുന്നതിൽ നിന്ന് നാട്ടുകാരും വാഹനങ്ങളും രക്ഷപ്പെടുന്നത്. ആദിവാസി വീടുകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വാഗമരങ്ങൾ വീടുകൾക്കും ഭീഷണിയാണ്. മൊത്തം റൗണ്ട് എല്ലാ സ്ഥലത്തും വാഗകളുണ്ട്. ഈ വാഗകളുടെ ഒക്കെ അടിഭാഗം പോയി കിടക്കുകയാണ്. ഈ പ്രാവശ്യം തന്നെ ഇപ്പോൾ ഒരു 4 വാഗ അടിവഴകി പോകണം. ഭാഗ്യത്തിനാണ് ഓട്ടോറിക്ഷയൊക്കെ കഷ്ടിച്ചുകൊണ്ട് കഴിച്ചില്ല. അത് സ്കൂൾ കുട്ടികളും ബാലവാടി കുട്ടികളും ആസ്പത്രിക്കൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഒരു 40-50 വർഷം മുന്നേ കുഴിച്ചിട്ട വാഗയാണ്. ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ് വെച്ചിട്ട് അടി ദ്രവിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ വെള്ളൻ്റെ വീട്ടിൻ്റെ അവിടെയൊക്കെ വാഗ പൊട്ടി അവരുടെ വീടിൻ്റെ അവിടേക്ക് ചാടി. അപ്പുറത്തെ ആ ശൈലജൻ്റെ വീട്ടിലേക്കും വാഗ ചാടി. അപ്പോൾ ഈ വാഗൻ്റെ കാലാവധി കഴിഞ്ഞു. ഇത് മുറിച്ച് ഇവിടുന്ന് മാറ്റി പകരം മരം വെച്ചുപിടിപ്പിക്കാനുള്ള സംവിധാനം പഞ്ചായത്തോ സർക്കാരോ ആരെങ്കിലും ചെയ്ത വളരെ ഉപകാരമാണ്. ഇല്ലെങ്കിൽ ഇത് വലിയ അപകടത്തിൽ തന്നെ പോകും. കാരണം എന്താ അറിയോ, ഇതിൻ്റെ ഒക്കെ ഇതിൻ്റെ വേരും പോയിട്ടുണ്ട്, കൊമ്പും പൊട്ടിയിട്ടുണ്ട്. ഉള്ളിൽ കൂടെ ഒരു മണ്ണ് കയറിയിരിക്കുകയാണ്. ഇതിൽ പൊത്തും തേനീച്ചപ്പൊത്തും മറ്റതൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇത് കൊമ്പ് വലിയ പിടിച്ചാൽ പിടിയങ്ങാത്ത വാഗകളാണ്. അപ്പോൾ ഈ വാഗകൾ പെട്ടെന്ന് മുറിച്ച് ഒഴിവാക്കി എന്തെങ്കിലും സംവിധാനം സർക്കാർ തലത്തിൽ കാണും. ന്യൂസ് ബ്യൂറോ, കാളികാവ്.